ബ്രഹ്മപുരം തീപിടുത്തം ഇന്നും സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. UDF പ്രവർത്തകർക്ക് നേരെ നടന്ന പോലീസ് നടപടിയിൽ പ്രതിപക്ഷം പ്രതിഷേധം അറിയിക്കും. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശരത് കെ ശശി ചേരുന്നു. ശരത്, ബ്രഹ്മപുരം തീപിടുത്തം ഇന്നും സഭയിൽ ഉന്നയിക്കാനിരിക്കുകയാണ് പ്രതിപക്ഷം. ഇന്നലെ നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സഭയിൽ ഉണ്ടായിരുന്നത്. അതിന്റെ ബാക്കി പത്രം എന്നോണം ഇന്ന് വീണ്ടും ആ കാര്യം ഉന്നയിക്കാനിരിക്കുകയാണ് പ്രതിപക്ഷം. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഭദ്ര, കഴിഞ്ഞ ദിവസം ബ്രഹ്മപുരം തീപിടുത്തവുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. രണ്ട് മന്ത്രിമാർ, തദ്ദേശ വകുപ്പ് മന്ത്രിയും ആരോഗ്യമന്ത്രിയും നൽകിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി സ്പീക്കർ നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഈ ബ്രഹ്മപുരം വിഷയം വീണ്ടും ഇന്നും സജീവമായി സഭയിൽ വരിക എന്നത് തന്നെയാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. ഇന്ന് ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ തന്നെ ഈ പ്രതിഷേധ പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി സർക്കാരിനെതിരായ ഈ വിഷയത്തിലെ നിലപാട് അത് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ നഗരസഭയിൽ നടന്ന പ്രതിഷേധത്തിൽ UDF പ്രവർത്തകർക്ക് പോലീസിന്റെ ലാത്തിച്ചാർജ് അടക്കം നേരിടേണ്ട സാഹചര്യം വന്നിരുന്നു. ആ വിഷയവും ഇന്ന് സഭയിൽ ഉയർത്തിക്കൊണ്ടുവരാനാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. അത്തരത്തിൽ സജീവമായി തന്നെ ഈ ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ട ഉണ്ടായ സർക്കാരിന്റെ വീഴ്ചകൾ, അതോടൊപ്പം തന്നെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് കരാർ കമ്പനിയെ ന്യായീകരിക്കുന്ന നിലയിലുള്ള സർക്കാർ നിലപാട്, ഇവയൊക്കെ തന്നെ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സഭയിൽ ഇന്നും പ്രതിപക്ഷം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ തദ്ദേശ വകുപ്പ് മന്ത്രിയും പൂർണ്ണമായും ഈ പ്രവർത്തനങ്ങൾ എല്ലാം കുറ്റമറ്റ നിലയിലായിരുന്നു നടപ്പിലാക്കിയത് എന്നായിരുന്നു വിശദീകരിച്ചത്. ഇന്ന് ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസം ഈ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇന്നലെ ഏതാണ്ട് 95% തീയും പുകയും ശമിപ്പിക്കാൻ സാധിച്ചു എന്നായിരുന്നു പുറത്തു വന്ന വിവരങ്ങൾ. എന്നാൽ വൈകിട്ടോടുകൂടി അത് പൂർണ്ണമായും തീയും പുകയും കെട്ടടങ്ങിയ ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി സാധിച്ചത് സർക്കാർ ഏതായാലും ഇന്ന് വിഷയം ഉന്നയിക്കപ്പെടുന്ന ഘട്ടത്തിൽ വിശദീകരിക്കും. സർക്കാരിന്റെ ഭാഗമായി മന്ത്രിമാരും അതുപോലെ തന്നെ ഭരണപക്ഷ MLA-മാരും അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാകും പ്രതിരോധം നടത്തുക. അതോടൊപ്പം ഇന്ന് ആരോഗ്യ സർവേ തുടങ്ങുന്ന സാഹചര്യമുണ്ട്. കൊച്ചിയിൽ ആരോഗ്യ സർവേ തുടങ്ങുകയാണ്. ആ ഒരു വിഷയം കൂടി ഇന്ന് പരാമർശിച്ചുകൊണ്ട് സർക്കാർ നടപടികളൊക്കെ തന്നെ ത്വരിതഗതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, പ്രതിരോധ പ്രവർത്തനങ്ങളിൽ യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലായിരിക്കും സർക്കാർ കാര്യങ്ങൾ വിശദീകരിക്കുക. ശരി, ശരത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ബ്രഹ്മപുരം തീപിടുത്തം ഇന്നും സഭയിൽ ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. UDF പ്രവർത്തകർക്ക് നേരെ നടന്ന പോലീസ് നടപടിയിൽ പ്രതിപക്ഷ പ്രതിഷേധം ഇന്ന് അറിയിക്കും. അതേസമയം തീ അണയ്ക്കാൻ സാധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കാനാണ് സർക്കാരിൻ്റെ ഒരു ശ്രമം. ഇന്ന് സഭയിൽ വീണ്ടും പ്രക്ഷുബ്ധമായേക്കും എന്നാണ് ശരത് കെ ശശി നൽകിയിരിക്കുന്ന വിശദാംശങ്ങൾ.